ഹലോ ഓൾ, നമ്മൾ അനലോഗ് സർക്യൂട്ട്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിങ് സർക്യൂട്ട്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരുപാട് ബയാസിങ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സ്ഡ് ബയാസ് എന്നുള്ളൊരു ബയാസിങ് സ്കീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബയാസിംഗ് എന്നും എന്താണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് സിലബസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബയാസിങ് സർക്യൂട്ട്സ് ആണ്. 3 ബയാസിങ് സ്കീംസാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ബയാസിങ് സർക്യൂട്ട്സ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് സർക്യൂട്ട് വിൽ ബി എ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. സെക്കൻഡ് വൺ ഈസ് എ കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട്. അതുപോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്. ഇങ്ങനെ 3 ബയാസിങ് സർക്യൂട്ട്സ് ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം 2 രീതിയിലുള്ള ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിഗറിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആദ്യം നോക്കാം. സോ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ബയാസിങ് സർക്യൂട്ട് ഈസ് എ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. The default fixed bias circuit is shown in figure. The circuit uses 2 batteries VBB and VCC. The positive terminal of both batteries are connected to the collector and base resistors. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എമിറ്റർ ടെർമിനൽ ഞാൻ കോമൺലി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ബേസ് ടെർമിനലാണ് എൻ്റെ ഇൻപുട്ട്. സോ ബേസ് ടെർമിനൽ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു കോമൺ റെസിസ്റ്റർ യൂസ് ചെയ്തു. ആ റെസിസ്റ്റർ നമുക്ക് RB എന്ന് പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു. ആ ബാറ്ററി നമുക്ക് എന്ത് പറയാം? VBB എന്ന് പറയാം. സെയിം വേ കളക്ടറാണ് എൻ്റെ ഔട്ട്പുട്ട്. സോ കളക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് റെസിസ്റ്റർ വരുന്നുണ്ട്. ആ റെസിസ്റ്ററാണ് RC അല്ലേ. ഇവിടെ ഒരു ബാറ്ററി വരുന്നുണ്ട്, അതാണ് എക്സാക്ട്ലി എന്ത്? VCC. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോത്ത് ദി ബാറ്ററീസ് ആർ കണക്റ്റഡ് ടു കളക്ടർ ആൻഡ് ബേസ് റെസിസ്റ്റേഴ്സ് അല്ലേ. കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബാറ്ററിയുടെ ഒരു പൊളാരിറ്റി നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു സർക്യൂട്ട് ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയനിലാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബാറ്ററി എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ബാറ്ററിയും സെക്കൻഡ് ബാറ്ററി എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ബാറ്ററി ആയിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ പൊളാരിറ്റി NPN കോൺഫിഗറേഷനൊക്കെ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്ക്, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ് സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാവുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബാറ്ററിയെ നമുക്ക് ഇതിലേക്കുള്ള സപ്ലൈ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബേസിലേക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ബേസ് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ RB എന്നുള്ള റെസിസ്റ്ററും VB എന്നുള്ള ബാറ്ററിയും ഇല്ല. ഞാൻ എന്ത് ചെയ്തു, VBB എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്തു, RB എന്നുള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ബേസിലേക്ക് കണക്ട് ചെയ്തത് അല്ലേ. സെയിം വേ VCC ആണ് എക്സാക്ട്ലി കളക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. RC എന്നുള്ള റെസിസ്റ്റർ യൂസ് ചെയ്തു, കളക്ടറിലേക്ക് കണക്ട് ചെയ്തു. എമിറ്റർ കോമൺലി എന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. സോ ഈ ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ് സെക്കൻഡ് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററീസ് ഇതിന് വേണം. അപ്പോൾ ഇത് ശരിക്കും പ്രാക്ടിക്കലി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. കാരണം 2 ബാറ്ററി വെച്ചിട്ടേ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനെ നമ്മുടേതായ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ടിനെ ഞാൻ ജസ്റ്റ് മോഡിഫൈ ആണ്. സോ വി ക്യാൻ യൂസ് എ സിംഗിൾ ബാറ്ററി ഇൻസ്റ്റെഡ് ഓഫ് 2 ആസ് ഷോൺ ഇൻ ഫിഗർ. ദ വാല്യൂ ഓഫ് RB ഈസ് സ്യൂട്ടബിളി മോഡിഫൈഡ്. In practical side of view, it is always preferable to have an electronic circuit that work on a single battery. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ വരച്ചിരിക്കുന്ന എൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സർക്യൂട്ടിൽ എന്ത് ചെയ്തു, ഇത് 2 നിങ്ങൾക്കറിയാം ഒരു പോസിറ്റീവ് ബാറ്ററിയാണ്. ഇത് പോസിറ്റീവ് VCC, ഒന്ന് പോസിറ്റീവ് VBB ആണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ 2നും കൂടി കോമൺ ആയിട്ടൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എനിക്ക് ആകെ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സപ്പോസ് ഈ 2നും കൂടി കോമൺ ആയിട്ട് ഞാൻ എടുക്കുന്ന ബാറ്ററി VCC ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഈ RB എന്നുള്ള റെസിസ്റ്റർ സ്ലൈറ്റ്ലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ 2 ബാറ്ററി എന്നുള്ളത് ഒരൊറ്റ ബാറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫിക്സ്ഡ് ബയാസിൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാവുന്ന എന്താണ്, VBB VCC എന്നുള്ള 2 വോൾട്ടേജുകളെ ഞാനൊരു സിംഗിൾ വോൾട്ടേജ് ആക്കി മാറ്റി. പ്ലസ് VCC രണ്ടും പോസിറ്റീവ് ടെർമിനലാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറ്റ ബാറ്ററി യൂസ് ചെയ്യാം. ഇതിൻ്റെ പൊളാരിറ്റി മേ ബി ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്കിത് പോസിബിൾ ആവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി ക്യാൻ യൂസ് എ സിംഗിൾ ബാറ്ററി ഇൻസ്റ്റെഡ് ഓഫ് 2. സോ ദ വാല്യൂ ഓഫ് RB ഈസ് സ്യൂട്ടബിളി മോഡിഫൈഡ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫിഗറിൽ RBയുടെ വാല്യൂ നമ്മൾ സ്യൂട്ടബിളി എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാം, ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ
ബേസിക്കലി അതിൻ്റെ കാൽക്കുലേഷൻസും അനാലിസിസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ലാസ്റ്റ് പഠിച്ച ഈ ഫൈനൽ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അനാലിസിസ് ഒന്ന് പഠിക്കാം, എങ്ങനെയാണ് ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇൻപുട്ട് സെഷനാണ്. നിങ്ങൾ നോക്കുക, അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സർക്യൂട്ടറിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, ഇൻപുട്ട് സർക്യൂട്ടറി. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു NPN ട്രാൻസിസ്റ്റർ ഞാൻ അതുപോലെ വരച്ചോ, അല്ലേ? ഈ ഒരു NPN ട്രാൻസിസ്റ്റർ ഞാൻ അതുപോലെ വരച്ചോ. ഈ NPN ട്രാൻസിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം എനിക്ക് വരുന്ന എന്തായിരുന്നു? ഒരു റെസിസ്റ്റർ ആയിരുന്നു. ആ റെസിസ്റ്ററിനെ ഞാനിവിടെ മാർക്ക് ചെയ്തു RB, അല്ലേ? പിന്നെ നിങ്ങൾ നോക്ക്, ഈ റെസിസ്റ്റർ കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ഇതിൻ്റെ സപ്ലൈ ആയിരുന്നു +VCC. പിന്നെ നിങ്ങൾ നോക്ക്, പിന്നെ എനിക്ക് വരുന്നത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി എനിക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? +VCC എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ RBക്ക് അക്രോസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട കറൻറ്റിനെ നമുക്ക് IB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ നോക്ക്, ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എക്സാക്ട്ലി ഇത് ബേസ് ടെർമിനലും ഇത് എമിറ്റർ ടെർമിനലുമാണ്. ഈ ബേസിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ വോൾട്ടേജിന് നമുക്ക് എന്ത് പറയാം? VBE എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ അനാലിസിസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അനാലിസിസിൽ നമ്മൾ ഇൻപുട്ട് സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കുള്ള ഫിഗറിൽ ഈ കളക്ടർ ടെർമിനൽ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വരുന്ന ഇൻപുട്ട് ടെർമിനൽ ഞാൻ അതുപോലെ താഴേക്ക് വരച്ചു. ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ ഇക്വേഷൻസ് വളരെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us ഫസ്റ്റ് കൺസിഡർ ഓൺലി ദ ഇൻപുട്ട് സെക്ഷൻ ഓഫ് ദി സർക്യൂട്ട്. വി ക്യാൻ അപ്ലൈ കിർച്ചോഫ് വോൾട്ടേജ് ലോ ടു ദി ബേസ് എമിറ്റർ ലൂപ്പ്. അപ്പോൾ ഈ ബേസ് എമിറ്റർ ലൂപ്പിലേക്ക് എനിക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. ഈ രണ്ടാമത്തെ ഫിഗർ വെച്ചിട്ട് ഞാൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ആണെങ്കിൽ എനിക്കിവിടെ മൊത്തം പറയാം, അക്കോർഡിംഗ് ടു കിർച്ചോഫ് വോൾട്ടേജ് ലോ വി ക്യാൻ സേ ഇറ്റ് ആസ് VCC ഈക്വൽ ടു മൊത്തം വോൾട്ടേജ് VCC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജിൻ്റെ സമ്മായിരിക്കും, അല്ലേ? അപ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ RB IB വെച്ചിട്ട് എനിക്കൊരു വോൾട്ടേജ് ഓംസ് ലോ പ്രകാരം ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതാണ് എക്സാക്ട്ലി IB × RB പ്ലസ് ഒരു വോൾട്ടേജും കൂടി ഇതിന് അക്രോസ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് VBE. VBE എന്നുള്ളത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ 0.7ഉം ജർമ്മേനി ആണെങ്കിൽ 0.3 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? IB RB കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് IB RB ഹിയർ? IB RB എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? VCC - VBE എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് IB കണ്ടുപിടിക്കാം. IB എനിക്ക് എന്ത് എഴുതാം? VCC - VBE ഡിവൈഡഡ് ബൈ RB. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഏതൊരു സർക്യൂട്ടറി ആയാലും നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസിക്കലി നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ലോഡ് ലൈൻ പഠിച്ചിരുന്നു. ലോഡ് ലൈൻ ആണെങ്കിൽ എന്തായിരുന്നു? എക്സാക്ട്ലി ഇതായിരുന്നു ലോഡ് ലൈന്. ഇവിടെ VCE, ഇവിടെ IC നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി ഇങ്ങനെയാണ് ലോഡ് ലൈൻ വരയ്ക്കുന്നത്. ഇത് VCCയും ഇത് VCC/RC ആയിരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ പാരാമീറ്ററും വേണം, നമുക്ക് എല്ലാ പാരാമീറ്ററും കണ്ടുപിടിക്കണം. എന്താണ് VCE, എന്താണ് VCC, എന്താണ് VCC/RC, എന്താണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഔട്ട്പുട്ട് ക്യാര വരയ്ക്കുന്നത് IB ക്യാരയ്ക്ക് കറസ്പോണ്ട്. അപ്പോൾ ഇതിൻ്റെ IB കണ്ടുപിടിക്കണം, IC കണ്ടുപിടിക്കണം, അങ്ങനെ എല്ലാ പാരാമീറ്ററും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡിറ്റർമൈൻ ചെയ്ത് എന്ത് പാരാമീറ്ററാണ്? IB, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് IB വളരെ സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഈ VB എന്നുള്ള വാല്യൂ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് IB വളരെ ഈസി ആയിട്ട് IB എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് എങ്ങനെ IB എഴുതാം? IB അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ VBൻ്റെ വാല്യൂ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് IB ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VCC/RB എന്ന് എഴുതാം. അല്ലെങ്കിൽ VB എന്നുള്ളത് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. IB ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VCC/RB. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സിലിക്കൺ അല്ലെങ്കിൽ ഒരു ജർമ്മേനി എന്ന് തരികയാണെങ്കിൽ നിങ്ങൾ ഈ VBൻ്റെ വാല്യൂ 0.7 or 0.3 ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് അതൊന്നും തന്നില്ല എങ്കിൽ നിങ്ങൾ നോർമലി IB കാണാനുള്ള ഇക്വേഷനായിട്ട് എന്തെടുക്കുക? IB ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VCC/RB. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സെഷൻ അനലൈസ് ചെയ്യുന്നത്. ഇൻപുട്ട് സെഷനിൽ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു? എന്താണ് VCC എന്ന് കണ്ടുപിടിച്ചു, എന്താണ് IB എന്ന് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനാണ്. അപ്പോൾ ഔട്ട്പുട്ട് സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് പാർട്ട് മാത്രം ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പാർട്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ എൻ്റെ സർക്യൂട്ടറി. ഈ സർക്യൂട്ടറിയിൽ ഓൾറെഡി ഒരു ട്രാൻസിസ്റ്റർ വരും. ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ എനിക്ക് വരുന്നത് RC എന്നുള്ളൊരു റെസിസ്റ്ററാണ്. ഈ RC എന്നുള്ള റെസിസ്റ്റർ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇതിന് ശേഷം എനിക്ക് വരുന്നതൊരു ബാറ്ററിയാണ്. ആ ബാറ്ററി നമുക്ക് +VCC എന്ന് മാർക്ക് ചെയ്യാം.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ടറി മാത്രം എടുത്ത് താഴേക്ക് വരച്ചു, നേരത്തെ ഇൻപുട്ട് സർക്യൂട്ടറി വരച്ച പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് VCCയും അതുപോലെ ഈ കളക്ടർ എമിറ്റർ ടെർമിനൽ അക്രോസ് ആയിട്ട് എനിക്കൊരു വോൾട്ടേജ് കിട്ടും, ആ വോൾട്ടേജിന് എനിക്ക് VC എന്ന് പറയാം. അതുപോലെ RC എന്നുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒഴുകുന്ന കറണ്ട് IC ആയതുകൊണ്ട് IC/RC ആണ് നമുക്ക് നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us ഫസ്റ്റ് കൺസിഡർ ഓൺലി ദ ഇൻപുട്ട് സെക്ഷൻ, ഇൻപുട്ട് അല്ല, let us first consider the output section of the circuit. We can apply Kirchhoff voltage law to the output section. ഔട്ട്പുട്ട് സെഷനിലേക്ക് ഞാൻ Kirchhoff voltage law അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ വരും ഇതിൻ്റെ ഇക്വേഷൻ? ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ എങ്ങനെ പറഞ്ഞോ അതുപോലെ അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ കാണുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. VCC കണ്ടുപിടിക്കാം. വാട്ട് ഈസ് VCC ഹിയർ? ടോട്ടൽ വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ വോൾട്ടേജിൻ്റെ സം ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് IC/RC ആണ്. ആ IC എന്നുള്ള കറൻറ്റും RC എന്നുള്ള റെസിസ്റ്ററും അക്രോസ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് IC/RC ആണ്, പ്ലസ് VC എന്ന് എഴുതാം. സോ ലെറ്റ് us പുട്ട് ദിസ് ഇക്വേഷൻ ആസ് 3 അല്ലേ, നമുക്ക് നേരത്തെ എത്ര നമ്മൾ 2 അല്ല മാർക്ക് ചെയ്തത്, ഇതിനെ നമുക്ക് 3 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ IC/RC കണ്ടുപിടിക്കാം. വാട്ട് ഈസ് IC/RC ഹിയർ? VCC മൈനസ് VC എന്ന് വരും. അല്ലെങ്കിൽ എനിക്ക് IC കണ്ടുപിടിക്കാം. IC ഈക്വൽ ടു VCC മൈനസ് VCE ഡിവൈഡഡ് ബൈ RC എന്ന് വരും. So let us put VCE is negligibly small. VCE negligibly small ആണെങ്കിൽ നമുക്ക് ബേസിക്കലി എന്തെഴുതാം? ICൻ്റെ വാല്യൂ നമുക്ക് എഴുതിക്കൂടെ? IC is approximately equal to VCC by RC എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി എന്താ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് അനാലിസിസിൽ നമ്മൾ ഇൻപുട്ട് സെക്ഷനിൽ എന്ത് കണ്ടുപിടിച്ചു? IB കണ്ടുപിടിച്ചു, IBൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇതുപോലെ നമ്മൾ VCC കണ്ടുപിടിച്ചു അല്ലേ. സെയിം വേ നമ്മൾ ഔട്ട്പുട്ട് സെക്ഷനിൽ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് സെക്ഷനിൽ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തു, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? IC കണ്ടുപിടിച്ചു. ICൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് IC ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ IC നമ്മൾ ഓൾറെഡി പറഞ്ഞു, VCC മൈനസ് VC ബൈ RC എന്നാണ് നമ്മൾ ICൻ്റെ വാല്യൂ പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു VCയെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ICയെ നമ്മൾ ബേസിക്കലി പറയുന്നത് IC സാച്ചുറേഷൻ എന്നാണ്. സാച്ചുറേഷൻ പോയിന്റിലാണ് ആക്ച്വലി ഈ VCയുടെ വാല്യൂസ് നെഗ്ലിജിബിളി സ്മോൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത കളക്ടർ കറണ്ടിനെ കളക്ടർ സാച്ചുറേഷൻ കറണ്ട് എന്നും പറയാം. കളക്ടർ സാച്ചുറേഷൻ കറണ്ട് എന്നും പറയാം. കളക്ടർ സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ബേസിക്കലി IC സാച്ചുറേഷൻ നമുക്ക് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു VCC ബൈ RC. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ IB കണ്ടുപിടിച്ചു. ഡീഫോൾട്ട് ആയിട്ടുള്ള ICൻ്റെ ഇക്വേഷൻ ഇതാണ്. IC സാച്ചുറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, VCC ബൈ RC. അപ്പോൾ ബേസിക്കലി നമുക്ക് നോർമൽ കേസിൽ നമ്മൾ IC കാണാൻ പറഞ്ഞാൽ IBയും IC നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ബീറ്റ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ബീറ്റ? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ IC എന്നുള്ളത് കളക്ടർ കറൻറ്റും IB എന്നുള്ളത് ബേസ് കറൻറ്റും ആണെങ്കിൽ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ബീറ്റ എന്ന് പറയും. അപ്പോൾ ബീറ്റ ബേസിക്കലി IC ബൈ IB ആണ് ബീറ്റ. അപ്പോൾ ബേസിക്കലി നമുക്ക് IC എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു IB വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ബീറ്റ എന്നുള്ളൊരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ തരികയാണെങ്കിൽ ഈ ബീറ്റയിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ICയും ബീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ IB കണ്ടുപിടിക്കാം, IBയും ബീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ IC കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കുറച്ച് ഫോർമുലാസൊക്കെ നിങ്ങൾക്ക് അറിയണം ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഇപ്പോൾ പഠിച്ചു. എന്താണ് ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് എന്നും അതിനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്നും, അതുപോലെ അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ്റെ അനാലിസിസ് എങ്ങനെയാണ്, അതുപോലെ ഔട്ട്പുട്ട് സെക്ഷൻ്റെ അനാലിസിസ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് നോക്കാനുള്ളത്. ഈ എക്സാമ്പിൾസും കൂടി പറയുമ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലമാറ്റിക് സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദി കളക്ടർ കറണ്ട് ആൻഡ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഫോർ ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് കാണാനുള്ളത് എന്താണ്? ഒന്ന് കളക്ടർ കറണ്ട് ICയും ഒന്ന് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VC ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ IC നോർമലി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക്
ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐ സി കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഐ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഇൻപുട്ട് സർക്യൂട്ടറിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ ബി കണ്ടുപിടിക്കാം. ഇവിടെ ഐ സി കണ്ടുപിടിക്കുമ്പോൾ മെയിൻ ഫോൾട്ട് എന്ന് വെച്ചാൽ നമുക്കിവിടെ വി സി അറിയില്ല. വി സി ഓൾറെഡി നമ്മൾ കാണാൻ പറഞ്ഞ പാരാമീറ്ററാണ്. വി സി അറിയാത്ത സ്ഥിതിക്ക് നമുക്കിത് വെച്ചിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഐ ബി കാണും, ഐ ബിയിൽ നിന്ന് നമ്മൾ ഐ സി കാണും, ഐ സിയിൽ നിന്ന് നമ്മൾ വി സി കാണും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ബേസിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഇക്വേഷൻ ഐ ബി ആണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നോർമലി കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ വി ബി എന്നുള്ള വോൾട്ടേജ് വരും അല്ലേ. വി സി സി ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് വി ബി എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്കിവിടെ ഐ ബി കണ്ടുപിടിക്കാം. ഐ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഡിവൈഡഡ് ബൈ ആർ ബി എന്ന് കിട്ടും. എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്ക് അറിയണ്ട. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇവിടെ ഇത് സിലിക്കൺ ആണോ ജർമ്മനി ആണോ തരാത്ത സ്ഥിതിക്ക് നമുക്കിതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. ഐ ബി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി സി സി ബൈ ആർ ബി. ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഐ ബി കണ്ടുപിടിക്കാം. അപ്പോൾ എന്തായിരിക്കും ഐ ബി വരിക? ഐ ബി ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ വി സി സി 9 വോൾട്ട് അല്ലേ, 9 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 300 എന്താണ്? 300 കിലോ ഓം ആണ്. 300 ഇൻറ്റു 10⁻³ അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്ത ആൻസർ കിട്ടും 30 മൈക്രോ ആംബിയർ എന്ന ആൻസർ കിട്ടും. 30 മൈക്രോ ആംബിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് കണ്ടുപിടിക്കുന്നത്? ഐ ബി കണ്ടുപിടിക്കുന്നത്. ഈ ഐ ബിയിൽ നിന്ന് ബേസിക്കലി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ സി കണ്ടുപിടിക്കാം. സോ ഹൗ ടു ഡിറ്റർമൈൻ ഐ സി ഫ്രം ഐ ബി? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഐ സി കണ്ടുപിടിക്കണം. അപ്പോൾ ഐ സി നമുക്ക് ഓൾറെഡി അറിയാം, ബീറ്റ ഇൻറ്റു ഐ ബി ആണ് ഐ സി. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ. അപ്പോൾ ബീറ്റ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 50 ആണ്. അപ്പോൾ 50 ഇൻറ്റു 30 മൈക്രോ ആംബിയർ ആണ്. അപ്പോൾ 50 ഇൻറ്റു 30 മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടും ഓൾറെഡി 150 അല്ല 1500 മൈക്രോ ആംബിയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1.5 മില്ലി ആംബിയർ എന്ന് എഴുതാം. ഇതാണ് നമ്മൾ ബേസിക്കലി ഐ സി നമ്മൾ ഇട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളോട് കാണാൻ പറഞ്ഞ ഐ സി ആണ്, അതുപോലെ വി സി ആണ് അല്ലേ. അപ്പോൾ നോർമലി നമുക്ക് വി സി അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ഔട്ട്പുട്ട് ലൂപ്പിൽ നിന്ന് ഐ സി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ബീറ്റ ഇൻറ്റു ഐ ബി വെച്ചിട്ട് നമ്മൾ ഐ സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് വി സി ആണ് അല്ലേ. അപ്പോൾ വി സി കാണണമെങ്കിൽ വളരെ സിമ്പിളാണ് ഓൾറെഡി അല്ലേ. വി സി ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി നമുക്ക് വി സി ആണ് കാണേണ്ടത്. ഓൾറെഡി നമുക്കിവിടെ എന്ത് കിട്ടി? ഐ സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ വി സി കാണണം. അപ്പോൾ നമുക്കിവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഔട്ട്പുട്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്യാം. ഔട്ട്പുട്ട് ലൂപ്പിൽ എന്ത് കിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വി സി സി ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി പ്ലസ് വി സി ഇ. ഇങ്ങനെയാണല്ലോ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് വി സി കണ്ടുപിടിക്കാം. വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി. ഇവിടെ നമുക്ക് ഓൾറെഡി ഐ സി ഓൾറെഡി നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചു. ഐ സി എന്ന് പറഞ്ഞാൽ 1.5 മില്ലി ആംബിയർ ആണ് ഐ സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? വാട്ട് ഈസ് വി സി ഹിയർ? വി സി സി എന്ന് പറഞ്ഞാൽ 9 വോൾട്ട് മൈനസ് ഐ സി ഇൻറ്റു ആർ സി എന്താ? ഐ സി എന്ന് പറഞ്ഞാൽ 1.5 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സി എന്താ? 2 ഇൻറ്റു 10⁻³. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടും അല്ലേ. ഐ സി നമുക്ക് കിട്ടും. വി സി നമുക്ക് കിട്ടും. വി സി എന്ത് വരും? 9 മൈനസ് 1.5 ഇൻറ്റു 10⁻³ ഇൻറ്റു 2 ഇൻറ്റു 10⁻³ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9 വോൾട്ട് മൈനസ് 1.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3 വോൾട്ട് വരും. 3 10⁻³ 10⁻³ 10⁻0. അപ്പോൾ 9 മൈനസ് 3 വോൾട്ട് കിട്ടും. 6 വോൾട്ട് ആൻസർ കിട്ടും. 6 വോൾട്ടാണ് നമ്മുടെ റിയൽ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാക്ട്ലി വാല്യൂ കിട്ടി അല്ലേ. എക്സാക്ട്ലി നമുക്കിവിടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഐ സി ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഐ സിൻ്റെ വാല്യൂ എന്താ? 1.5 മില്ലി ആംബിയർ. അതുപോലെ എന്താണ് നമ്മളിപ്പോൾ വി സി കണ്ടുപിടിച്ചു. വി സി എത്രയാണ്? 6 വോൾട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ സി സാച്ചുറേഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഐ സി സാച്ചുറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? വി സി സി ബൈ ആർ സി എന്നുള്ള ഫോമിൽ വെച്ചിട്ട് നമുക്ക് ഐ സി സാച്ചുറേഷൻ കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഐ സി മാത്രമേ കാണാൻ പ്രോബ്ലത്തിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഐ സി 1.5 മില്ലി ആംബിയർ എന്നും വി സി 6 വോൾട്ട് എന്നും ആൻസർ കിട്ടി. ഇതാണ് നമ്മൾ എക്സാമ്പിൾ നമ്പർ 1. എക്സാമ്പിൾ നമ്പർ 2 നോക്കുക. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ആസ് ഫിക്സ്ഡ് ഇൻ ദി
സർക്യൂട്ട് ഗിവൺ ആർ സി ഈക്വൽ ടു 1 കിലോ ആർ ബി ഈക്വൽ ടു 100 കിലോ. നമ്മൾ ഓൾറെഡി ഡി സി ലോഡ് ലൈൻ പഠിച്ചിട്ടുണ്ട്. അതിൽ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിറ്റർമൈൻ ചെയ്യേണ്ട പാരാമീറ്റർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ നമ്മൾ ഓൾറെഡി ഐ സി കണ്ടുപിടിക്കണം, ഐ ബി കണ്ടുപിടിക്കണം അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ സി സാച്ചുറേഷൻ കണ്ടുപിടിക്കാം, അതുപോലെ വി സി കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മളിത് ഡിറ്റർമൈൻ ചെയ്യുക? ആദ്യം നമുക്ക് ബേസ് കറണ്ട് കണ്ടുപിടിക്കാം. ബേസ് കറണ്ട് ഐ ബി. ഇപ്പോൾ ബേസ് കറണ്ട് ഐ ബി ഞാൻ കാണുമ്പോൾ എനിക്ക് ഇൻപുട്ട് ലൂപ്പിൽ കിർച്ചോഫ് വോൾട്ടേജിലും അപ്ലൈ ചെയ്ത് എനിക്ക് ബേസ് കറണ്ട് കിട്ടും ഐ ബി. അപ്പോൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇവിടുത്തെ വോൾട്ടേജ് വി ബി ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കിട്ടും വി സി സി ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് വി ബി എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഐ ബി കണ്ടുപിടിക്കാം. ഐ ബി എന്താ വരിക? ഐ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ബൈ ആർ ബി എന്ന് കിട്ടും. ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി സി സി ബൈ ആർ ബി. ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ, വി ബി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ കിട്ടൂലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടും വി സി സി ബൈ ആർ ബി എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും 100 മൈക്രോ ആംബിയർ എന്ന് കിട്ടും. എന്തിൻ്റെ വാല്യൂ? ഐ ബിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഐ ബി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഐ സി കണ്ടുപിടിച്ചൂടെ? ഹൗ ടു ഡിറ്റർമൈൻ ഐ സി? ഐ സി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി. ബീറ്റ ഇൻറ്റു ഐ ബി എന്ന് പറയുമ്പോൾ ബീറ്റ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 60 ഇൻറ്റു ഐ ബി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 100 മൈക്രോ ആംബിയർ. 100 മൈക്രോ ആംബിയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഐ സി. ഇതിൽ നിന്ന് ഐ സി കണ്ടുപിടിക്കാം. 60 ഇൻറ്റു 100 മൈക്രോ ആംബിയർ എന്ന് പറയുമ്പോൾ നമുക്ക് 6 മില്ലി ആംബിയർ എന്ന് ആൻസർ കിട്ടും. 6 മില്ലി ആംബിയർ. ഇങ്ങനെയാണ് നമ്മൾ ഐ സി കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചോ? വി സി സി ഓൾറെഡി നമുക്കറിയാം. അതിൽ നിന്ന് ഐ ബി കണ്ടുപിടിച്ചു. ഐ ബിയിൽ നിന്ന് നമ്മൾ ഐ സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ സി സാച്ചുറേഷൻ കണ്ടുപിടിക്കാം. എന്താണ് ഐ സി സാച്ചുറേഷൻ? ഐ സി സാച്ചുറേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വി സി സി ബൈ ആർ സി ആണ് ഐ സി സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വി സി സി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 10 വോൾട്ടാണ്. നിങ്ങൾ നോക്കും മൈനസ് വി സി സി ഈക്വൽ ടു -10 വോൾട്ട്. അപ്പോൾ വി സി സി 10 വോൾട്ടാണ്. 10 ഡിവൈഡഡ് ബൈ ആർ സി ഓൾറെഡി നമുക്കറിയാം അല്ലേ. ആർ സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ 1 കിലോ ഓം ആണ്. അപ്പോൾ 1 ഇൻറ്റു 10⁻³ അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും ഐ സി സാച്ചുറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 10 മില്ലി ആംബിയർ എന്ന് കിട്ടും ഐ സി സാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ ഐ സി സാച്ചുറേഷൻ കണ്ടുപിടിച്ചു, ഐ സി കണ്ടുപിടിച്ചു, ഐ ബി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ വി സി കണ്ടുപിടിക്കാം. വി സി കണ്ടുപിടിക്കും. ഇതിൽ അപ്ലൈ കെ വി എൽ അറ്റ് ഔട്ട്പുട്ട് ലൂപ്പിൽ കെ വി എൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഏത് കണ്ടുപിടിക്കാം? വി സി. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഒന്നും കാണാപ്പാടെ പഠിക്കണ്ട, ഡയറക്റ്റ് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറഞ്ഞ വി സി ആണ് അല്ലേ. നമ്മൾ കോർഡിനേറ്റ്സ് പറയുമ്പോൾ വി സി വരും. ഔട്ട്പുട്ട് ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി സി സി ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി പ്ലസ് വി സി എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വി സി കണ്ടുപിടിക്കുകയാണെങ്കിൽ വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. ഓൾറെഡി നമുക്ക് വി സി സി അറിയാം. വി സി സി 10 വോൾട്ടാണ് മൈനസ് ഐ സി ഇൻറ്റു ആർ സി. ഐ സി ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഐ സി സാച്ചുറേഷൻ അല്ല, ഐ സി കണ്ടുപിടിച്ചു. 6 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സി ഓൾറെഡി നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട് 1 ഇൻറ്റു 10⁻³ ഇത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വി സി കിട്ടും. വി സി വിൽ ബി 10 മൈനസ് 6 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ അല്ലേ. അപ്പോൾ 10 മൈനസ് 6 വരും. 4 വോൾട്ട് വരും. എന്ത് വരും? വി സി. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു? വി സി കണ്ടുപിടിച്ചു. വി സി ഈക്വൽ ടു 4 വോൾട്ട് എന്ന് കിട്ടി. ഐ സി സാച്ചുറേഷൻ കണ്ടുപിടിച്ചു 10 മില്ലി ആംബിയർ എന്ന് കിട്ടി. ഐ സി കണ്ടുപിടിച്ചു 6 മില്ലി ആംബിയർ എന്ന് കിട്ടി. ഇതുപോലെ ഐ ബി കണ്ടുപിടിച്ചു 100 മൈക്രോ ആംബിയർ എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മളെ പ്രോബ്ലത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഇക്വേഷൻസ് വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. നമ്മളിപ്പോൾ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ദ ബയാസിങ് സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബയാസിങ് സർക്യൂട്ടാണ്. ഓൺലി ദ റെസിസ്റ്റൻസ് ആർ ബി ഈസ് റിക്വയർഡ്. ആർ ബി മാത്രം വെച്ച് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാം. ബയാസിങ് കണ്ടീഷൻ ക്യാൻ ഈസിലി ടു ബി സെറ്റ് ആൻഡ് ദ കാൽക്കുലേഷൻസ് ആർ സിമ്പിൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. There is no loading of source by biasing circuit since
നോ റെസിസ്റ്റർ ഈസ് എംപ്ലോയിഡ് അക്രോസ് ദി ബേസ് എമിറ്റർ ജംഗ്ഷൻ. അപ്പോൾ അതിൽ ലോഡിംഗ് എഫക്റ്റ് കുറവാണ് ചെറിയ സർക്യൂട്ട് ആയതുകൊണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം കമ്പോണൻസിനെ റിമൂവ് ചെയ്താലും ഇവിടെ ഇഷ്യൂസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവരുത്. RB എന്നുള്ള റെസിസ്റ്റർ മാത്രം വെച്ച് എനിക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. RC നെഗ്ലക്റ്റ് ചെയ്താലും ഇത് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് തന്നെയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ദിസ് മെത്തേഡ് പ്രൊവൈഡ് പുവർ സ്റ്റെബിലൈസേഷൻ. നമ്മൾ ഓൾറെഡി സ്റ്റെബിലൈസേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ വളരെ പുവറാണ്, കാരണം കംപ്ലീറ്റ്ലി ഇതിലെ പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന BT ആണ്. അതുകൊണ്ട് തന്നെ ബേസിക്കലി എന്താണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പുവറാണ്. ഓക്കെ, ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് വെരി ഹൈ, ദെർഫോർ ദർ ആർ സ്ട്രോങ് ചാൻസസ് ഓഫ് തെർമൽ റണ്ണവേ. തെർമൽ റണ്ണവേ അല്ലെങ്കിൽ ഹീറ്റിങ്ങിന് വളരെയധികം സാധ്യതകൾ കൂടുതലാണ് എന്തിന് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിന്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഡ്യൂ ടു ദീസ് ഡിസഡ്വാൻറ്റേജസ് ദിസ് മെത്തേഡ് ഓഫ് ബയാസിങ് ഈസ് റയർലി എംപ്ലോയിഡ്. നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസിലൊന്നും എന്ത് യൂസ് ചെയ്യാറില്ല, ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് യൂസ് ചെയ്യാറില്ല. ഇത്രയുള്ളതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു, അതിൻ്റെ ബേസിക് എക്സാമ്പിൾസ് പറഞ്ഞു, അതിൻ്റെ സർക്യൂട്ടറി പറഞ്ഞു, അതിൻ്റെ ഔട്ട്പുട്ട് ലൂപ്പിലും ഇൻപുട്ട് ലൂപ്പിലും അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്ക് ഇക്വേഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ സെൽഫ് ബയാസ് സർക്യൂട്ട് അല്ലെങ്കിൽ കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.